നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. മഴയുടെ പുഴയുടെ മഹോത്സവം, വൈവിധ്യങ്ങളുടെ മഹാക്ഷേത്രമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കമായി. കേരളത്തിലെ അതിപ്രശസ്തമായ ശിവസന്നിധിയാണ് കൊട്ടിയൂർ. പരമശിവനോടൊപ്പം സതീദേവിക്കും ആരാധനകൾ അർപ്പിക്കുന്ന അപൂർവ ആചാര സങ്കേതം. ദക്ഷയാഗം നടന്നത് ഇവിടെയാണെന്നാണ് വിശ്വാസം. പിതാവായ ദക്ഷപ്രജാപതിയുടെ യാഗത്തിന് ക്ഷണിക്കപ്പെടാതെ പോവുകയും അപമാനിതയായി ആത്മഹൂതി ചെയ്ത് ശിലയായി മാറിയ വിശ്വപതിവ്രതയുടെ സമാധിസ്ഥലി. കൊട്ടിയൂരിൽ കൊട്ടിയൂർ പെരുമാളെന്ന പരമശിവനോളം തലപ്പൊക്കം സതീദേവിക്കുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കൊട്ടിയൂർ തീർത്ഥാടനം ആരംഭിക്കുന്നത് മണത്തണയിൽ നിന്നാണ്. സതീദേവി നടന്നുപോയ വഴികളിലൂടെയുള്ള വിശുദ്ധ പദയാത്ര, അതായിരുന്നു കൊട്ടിയൂർ തീർത്ഥാടനം. മണത്തണയിൽ നിന്ന് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ വേദിയിലേക്ക് 13 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നിടുന്ന ഓരോ സ്ഥലത്തിനും സതീദേവിയുടെ യാത്രാഘട്ടങ്ങളിലെ ഓരോരോ മനോവിചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്ഥലനാമങ്ങൾ. വാമൊഴിയായി നിലനിൽക്കുന്ന ഈ സ്ഥലനാമ ചരിത്രം ആദ്യമായി പുസ്തക രൂപത്തിലാക്കുന്നത് 1912 മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാരാണ്. 114 വർഷം മുമ്പ് രചിക്കപ്പെട്ട ഒരു നൂറ്റാണ്ടിനപ്പുറത്തെ മണത്തണം മുതൽ കൊട്ടിയൂർ വരെയുള്ള പ്രകൃതിയെയും തോടുകളെയും ജലാശയങ്ങളെയും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഈ മഹത് ഗ്രന്ഥം. ഇന്നേക്ക് 100 വർഷം മുമ്പ് നടന്ന 1924 കൊട്ടിയൂർ ഉരുൾപൊട്ടലിൽ ആ വഴികൾ പലതും അപ്രത്യക്ഷമായി. എങ്കിലും ഭൂരിപക്ഷം സ്ഥലങ്ങളും കാലത്തിന് മായ്ച്ചു കളയാനാവാതെ നിലനിൽക്കുന്നുണ്ട്. സതീദേവിയുടെ ആ മഹാപദത്തിലൂടെയാണ് നമ്മുടെ ഈ യാത്ര. വെത്തിലക്കറ പുരണ്ട മുത്തശ്ശിമാരുടെ ചുണ്ടുകളിൽ നിന്ന് കേട്ട വൈശാഖ മഹോത്സവത്തിൻ്റെ കഥകൾ തേടിയുള്ള യാത്രയാണ്. മണത്തണ മുതൽ കൊട്ടിയൂര് വരെയുള്ള സ്ഥലനാമ ചരിത്രങ്ങൾക്ക് ദക്ഷയാഗ കഥയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പറഞ്ഞു തരാൻ നമ്മുടെ കൂടെയുള്ളത് കൊട്ടിയൂരിനെക്കുറിച്ച് എന്നും വ്യത്യസ്തമായ എഴുത്തുകൾ എഴുതുന്ന, പുതിയ കാഴ്ചപ്പാടുകൾ സമൂഹത്തിലേക്ക് വെക്കുന്ന, തൻ്റെ ഡോക്യുമെൻ്ററികളിലൂടെ കൊട്ടിയൂരിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള കലാകാരൻ ശ്രീ രാജേഷ് മണത്തനെയാണ്. രാജേഷേട്ടാ നമസ്കാരം. നമസ്കാരം. കൊട്ടിയൂരിനെ കുറിച്ചുള്ള ഒരു വാർത്ത ചെയ്യുമ്പോൾ അതിന് വരും തലമുറകൾക്ക് കൂടി ഉപകരിക്കപ്പെടണം എന്ന ചിന്തയിൽ നിന്നാണ് മണത്തണയിൽ നിന്ന് തുടങ്ങി, ദക്ഷയാഗത്തിൽ മണത്തണയിൽ നിന്ന് തുടങ്ങി കൊട്ടിയൂർ എത്തുന്നവരെയുള്ള സ്ഥലങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം തേടിയുള്ള യാത്രയാണ്. എവിടുന്ന് നമ്മൾ തുടങ്ങേണ്ടത് ആ യാത്ര തുടങ്ങേണ്ടുന്നത് മണത്തണയിലെ നഗരേശ്വരം ക്ഷേത്രത്തിൽ വെച്ചാണ് തുടങ്ങേണ്ടത്. കാരണം സതീദേവി കൊട്ടിയൂരിലേക്ക് യാത്ര തുടങ്ങുന്നത് നഗരേശ്വരം ക്ഷേത്രത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് മണത്തണ മുതൽ കൊട്ടിയൂർ വരെയുള്ള പ്രദേശങ്ങൾക്കാകെ സതീദേവിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലനാമങ്ങളാണ്. ഇപ്പോൾ ഈ 2024 കൊട്ടിയൂരിൽ ഉരുൾപൊട്ടൽ കേട്ടിട്ടില്ലേ? 99 വെള്ളപ്പൊക്കമെന്ന് ഒക്കെ അറിയപ്പെടുന്ന വെള്ളപ്പൊക്കം. അത് കൊട്ടിയൂരിൽ വെള്ളപ്പൊക്കമായിരുന്നില്ല, ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു, അല്ലെങ്കിൽ മലയുരുളുകൾ പൊട്ടിയടർന്ന് വീഴുകയായിരുന്നു. ആ 99 വെള്ളപ്പൊക്കത്തിൽ, അല്ലെങ്കിൽ ആ മലയുരുൾ പാച്ചലിൽ, അത് സംഭവിക്കുന്നത് 1924 ഇന്നേക്ക് കൃത്യം 100 വർഷം കഴിഞ്ഞു. കൊട്ടിയൂർ ഉരുൾപൊട്ടലിൻ്റെ 100ാം വാർഷികം കൂടിയാണ് ഇത്. ആ കൊട്ടിയൂർ ഉരുൾപൊട്ടലിൽ ഇന്ന് കാണുന്ന അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര സന്നിധാനം മുഴുവൻ മണ്ണിനടിയിൽ മൂടപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു വർഷത്തോളം എടുത്ത ഭഗീരഥ പ്രയത്നത്തിലൂടെയാണ് കൊട്ടിയൂർ മഹാക്ഷേത്രത്തെ മണ്ണിനടിയിൽ നിന്നും വീണ്ടെടുത്തത്. അപ്പോൾ സംഭവിച്ച ഒരു കാര്യം, കൊട്ടിയൂരിലേക്കുള്ള പഴയകാല പ്രദക്ഷിണ വഴികളൊക്കെ പലതും ഇല്ലാതായി പോയിട്ടുണ്ട്. എങ്കിലും കുറേ സ്ഥലനാമങ്ങൾ, കുറേ സ്ഥലങ്ങൾ അവശേഷിച്ചിട്ടുണ്ട്. എങ്കിൽ 1912 അതായത് ഇന്നേക്ക് 124 വർഷം മുമ്പ് മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാർ എന്ന് പറയുന്ന ആ കാലത്തെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനും സാഹിത്യകാരനൊക്കെ ആയിരുന്ന, കേട്ടിട്ടുണ്ടോ? അദ്ദേഹം മണത്തണയിൽ അന്ന് ഒരു ഗ്രാമീണ പാഠശാലയുണ്ടായിരുന്നു. ആ പാഠശാലയിലെ ഗുരുനാഥൻ കൂടിയായിരുന്നു മാനന്തേരി മഠത്തിൽ ചന്തു നമ്പ്യാർ.
അദ്ദേഹം എഴുതിയ വളരെ പ്രശസ്തമായൊരു കൃതിയാണ് ദക്ഷിണകാശി മഹാത്മ്യം. മലയാളത്തിലും സംസ്കൃതത്തിലും നമ്മുടെ പ്രാദേശിക ഭാഷയും ഒക്കെ ഇടകലരുന്ന ഒരു സങ്കലന ഭാഷയിലാണ് ദക്ഷിണകാശി മഹാത്മ്യം എഴുതപ്പെട്ടിട്ടുള്ളത്. കൈലാസത്തിൽ നിന്ന് ശിവനും സതീദേവിയും ആകാശമാർഗെ സഞ്ചരിക്കുമ്പോൾ സ്ത്രീജനങ്ങളടക്കമുള്ള ഒരു വൻ ജനാവലി യാത്ര ചെയ്യുന്നത് കണ്ട് സതീദേവി പരമശിവനോട് പറഞ്ഞു, എന്താണ് ഈ വൃത്താന്തമെന്ന്? എനിക്ക് ഒരുപാട് വൃത്താന്തങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതുകൊണ്ട് ആകാശയാനം ഭൂമിയിലേക്ക് ഇറക്കിയാലും. ആകാശയാനത്തിൽ നിന്ന് സതീദേവിയും പരമശിവനും ഭൂമിയിലേക്ക് ഇറങ്ങി. അവർ ഇറങ്ങി നിന്ന സ്ഥലമാണ് നഗരേശ്വരം ശിവക്ഷേത്രം. 1800 വരെ ഒരു മഹാക്ഷേത്ര സങ്കേതമായിരുന്നു. വിസ്മൃതിയിലാണ്ടുപോയ ഈ ക്ഷേത്ര സങ്കേതം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങുകളുടെയും ആലോചനയുടെയും ഒരു മഹാവേദി കൂടിയായിരുന്നു. നഗരേശ്വരം ക്ഷേത്രസ്ഥാനത്ത് നിന്നാണ് തൻ്റെ പിതാവ് യാഗം നടത്തുന്ന വൃത്താന്തം പരമശിവനിൽ നിന്ന് സതീദേവി അറിയുന്നത്. യാഗം കാണാൻ എന്നെയും അനുവദിക്കണമെന്ന് സതീദേവി അഭ്യർത്ഥിക്കുകയാണ്. ദക്ഷനുമായുള്ള നീരസം കാരണം പരമശിവൻ എതിരു നിൽക്കുകയും പരമശിവന്റെ സമ്മതമില്ലാതെ തന്നെ സതീദേവി യാഗം കാണാൻ യാത്ര തുടങ്ങിയ സ്ഥലമാണ് നഗരേശ്വരം. മഹാദേവസന്നിധിയായ നഗരേശ്വരം മഹാക്ഷേത്രത്തിൽ നിന്നും സതീദേവി നടന്നുപോയ വഴികളിലൂടെയുള്ള യാത്രാപഥത്തിലെ ആദ്യ സ്ഥലനാമം മണത്തണയാണ്. പരമശിവന്റെ വാക്ക് ധിക്കരിച്ച് യാത്ര തിരിച്ച സതീദേവി മനസ്താപത്തോടെ നിന്ന സ്ഥലമാണ് മണത്തണ. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പഴയ ആഭ്യന്തര തലസ്ഥാനമായിരുന്നു ഈ ഗ്രാമം. ഒട്ടേറെ ഭഗവതി സ്ഥാനങ്ങളും ക്ഷേത്രങ്ങളും നിലനിൽക്കുന്ന പുരാതന ഗ്രാമം. കൊട്ടിയൂർ മഹാക്ഷേത്രത്തിന്റെ സ്ഥാനിക കുടുംബങ്ങളും അവകാശികളും ഇവിടെയാണ് താമസിക്കുന്നത്. പിന്നെയും മുന്നോട്ടു പോകുമ്പോൾ ഭീതി വളർത്തുന്ന ഒരു ചിറയാണ്. ഭീവരും ചിറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഈ ചിറ മണ്ണ് വന്ന് മൂടിപ്പോയി. എങ്കിലും പഴമക്കാരുടെ നാട്ടുകഥയിൽ ഭീതി വളർത്തുന്ന ഈ ചിറ ഇപ്പോഴുമുണ്ട്. ഭീവൻ ചിറ കഴിഞ്ഞാൽ സതീദേവിക്ക് ആലസ്യമുണ്ടായ കാടാണ്. അത് പിന്നീട് ആലത്തുംചാൽ എന്നും പിന്നെ അയോത്തുംചാൽ എന്നും വിളിക്കപ്പെട്ടു. ഈ സ്ഥലം ഇന്നും നിലനിൽക്കുന്നു. പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ സതീദേവി ഒറ്റയ്ക്ക് പോകായിക വേണ്ടിയിരുന്നില്ല എന്ന് ഓർത്തേടം പോകത്തൊട്ടരയും പിന്നെ അത് പറഞ്ഞ് പൂവത്തൊട്ടരയുമായി മാറി. ആ സ്ഥലവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യാത്രാക്ഷീണം കൊണ്ട് സതീദേവി ഇരുന്ന പാറപ്പുറം ക്ഷീണപ്പാറയായി. ഇപ്പോൾ അത് ചാണപ്പാറ എന്ന് പ്രശസ്തമായി. ചാണപ്പാറയിൽ സതീദേവി സങ്കല്പത്തിൽ ഒരു ദേവീക്ഷേത്രം ഇപ്പോഴുണ്ട്. ക്ഷീണമകന്ന് സതീദേവി ശാന്തമായി നിന്നേടം ശാന്തമൻ കുളമെന്നും ഇപ്പോൾ ചന്ദമൻ കുളമെന്നും വിളിക്കുന്നു. കൊട്ടിയൂർ യാത്രികരുടെ ഒരു വിശ്രമ കേന്ദ്രമായിരുന്നു ഇവിടം. ഇവിടെ ദാഹമകറ്റാൻ തെളിനീർ ജലാശയമുണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ അടയാളങ്ങൾ പൂർണ്ണമായും നഷ്ടമാവാതെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ. പിന്നെയുള്ളത് യാത്രാഭാരം കൊണ്ടും ഭർത്താവിനെ പിരിഞ്ഞതിനാലുള്ള സങ്കടം കൊണ്ടും കണ്ണീർ വാർത്ത സ്ഥലമാണ് കണിച്ചാർ. കിഴക്കൻ മലയോര മേഖലയിലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങാടിയാണിന്ന് കണിച്ചാർ. യാത്രയിൽ സതീദേവി പൊന്നണിഞ്ഞുകൊണ്ടുള്ള യാത്ര വേണ്ടെന്ന് വെക്കുകയും തൻ്റെ ആഭരണങ്ങൾ ഒരു പാലമരത്തിൻ്റെ ശിഖരങ്ങളിൽ വെക്കുകയും ചെയ്തു. ആ സ്ഥലം പൊന്നിരിക്കും പാല എന്ന സ്ഥലമായി മാറി. സതീദേവിക്കൊരു സ്ഥാനവും ഒരു മന്ദിരവും ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പൊന്നിരിക്കും പാല എന്ന സ്ഥലം കഴിഞ്ഞാൽ കേളകമാണ്. മലയോര മേഖലയിലെ ഒരു ചെറു പട്ടണമാണിത്. സതീദേവിക്ക് ഒറ്റയ്ക്ക് യാത്ര തുടരാൻ കഴിയില്ലെന്ന് പരമശിവൻ മനസ്സിലാക്കുകയും ശിവൻ തൻ്റെ ശിഷ്യനായ നന്ദികേശ്വരൻ എന്ന കാളയെയും 1000 ഭൂതഗണങ്ങളെയും പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ കാളയും ഭൂതഗണങ്ങളും സതീദേവിയെ അനുഗമിക്കാൻ തുടങ്ങിയ സ്ഥലം കേളോത്തും കാടായി. പിന്നെ അത് കേളകമെന്ന സ്ഥലനാമമായി പ്രശസ്തമായി മാറി. ഭൂതഗണങ്ങളും നന്ദികേശ്വരനും സതീദേവിയുടെ ചേതോ ദുഃഖങ്ങൾ കണ്ട് മൂകരായി അനുഗമിച്ച സ്ഥലങ്ങളെ ഊമൻചോലയെന്നും പറഞ്ഞു വരുന്നു. ഊമൻചോല എന്ന സ്ഥലം ഇന്ന് നിലനിൽക്കുന്നില്ല. എങ്കിലും അതിൻ്റെ ഭാഗമായ വെങ്ങലോടിയും ഗണപതിപ്പുറവും ഇന്നും നിലനിൽക്കുന്നുണ്ട്. യാത്രയിലുള്ള ഭൂതഗണങ്ങളുടെ പാരവശ്യം കണ്ട് ദേവേന്ദ്രൻ
ഫലമൂലാദികൾ വർഷിക്കുകയും ഫലമൂലാദികൾ ഭുജിച്ച് ഭൂതഗണങ്ങൾ ക്ഷീണം തീർത്ത ഇടമാണ് ഗണപതിപുരം എന്ന സ്ഥലം. അതിൻ്റെ ഓർമ്മയ്ക്കായി കൊട്ടിയൂരിലേക്കുള്ള നെയ്യമൃതുകാർക്കും ഭണ്ഡാരമെഴുന്നള്ളത്തുകാർക്കും ഇവിടെ വെച്ച് പാനീയ സൽക്കാരം നടത്തി വരുന്നുണ്ട്. അത് ഇന്നും അക്ഷുണ്ണമായി തുടരുന്നു. ശിവന്റെ ഭൂതഗണങ്ങൾ തല്ലിക്കേഴുന്ന പോലെ ആർത്തട്ടഹസിച്ച് യാത്ര ചെയ്ത ഇടം തലക്കെഴുന്നയായി. ഇപ്പോൾ അത് തലക്കാണി എന്ന സ്ഥലമായി മാറി. ഭൂതഗണ സമേതയായി സതീദേവി യാത്ര ചെയ്യുമ്പോൾ വാ പിളർന്നുകൊണ്ട് ഒരു പാമ്പ് വഴിമുടക്കി നിൽക്കുന്നത് കാണുകയും ഭൂതഗണങ്ങൾ അതിനെ വധിക്കുകയും ചെയ്ത സ്ഥലമാണ് പാമ്പ്രപ്പാൻ എന്ന സ്ഥലം. ബാവലിയുടെ കൈവഴിയായ ഒരു തോട് ഈ വഴി ഇന്നും ഒഴുകുന്നുണ്ട്. ദക്ഷയാഗ ഭൂവിലെത്തുമ്പോൾ പിതാവായ ദക്ഷപ്രജാപതി തന്നെ സ്വീകരിക്കുമോ എന്ന ചിന്തയാൽ മന്ദം നടന്ന സ്ഥലമാണ് ഇന്ന് മന്നഞ്ചേരി എന്നറിയപ്പെടുന്ന സ്ഥലം. പിന്നെയുമുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ. സതീദേവി ദേഹശുദ്ധി ചെയ്ത കലശത്തോട്, ചെന്നീർത്തോട്, അങ്ങനെ പലതും നാട്ടുവിസ്മൃതിയിലാണ്ടുപോയി. സതീദേവി ദക്ഷയാഗ ഭൂവിലെത്തി അപമാനിതയായി ആത്മഹൂതി ചെയ്ത് കല്ലായി മാറിയ സ്ഥലം കൊട്ടിയൂർ സന്നിധിയിൽ തന്നെയാണ്. അമ്മ മറഞ്ഞ തറ, അമ്മാറക്കൽ തറ എന്നാണ് ഇന്നതിൻ്റെ വിളിപ്പേര്. നാരീ ദുഃഖങ്ങൾ ഏറ്റുപറയാനുള്ള ഒരു വിശുദ്ധ സ്ഥലിയായി ഇന്നും പൂജയും ആരാധനയും ഏറ്റുവാങ്ങി അമ്മാറക്കൽ തറ. പല വഴികളും മാഞ്ഞു തുടങ്ങി. എങ്കിലും ശിവപുരാണവുമായി ബന്ധപ്പെട്ട ഇത്തരം സ്ഥലങ്ങൾ കേരളത്തിൽ അപൂർവമായി ഇന്നും നിലനിൽക്കുന്നത് ഇവിടെ മാത്രം. പ്രപഞ്ചതാളമൊന്നാകെ ആവാഹിച്ചുള്ള ശിവനർത്തനത്തിൻ്റെ ഇടമായ ഈ ആരണ്യകാണ്ഡം, ശിവനും സതിയും മുഖക്കണ്ണാടി നോക്കുന്ന തൃച്ചെറുമന്ന എന്ന കൊട്ടിയൂരിൻ്റെ പ്രകൃതിയിൽ